സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് ജീവിച്ച ആളാണ്. ജീവിതത്തിൽ കള്ള് രുചിച്ചു നോക്കിയിട്ടില്ല. ജീവിതത്തിൽ ഒരു ബിംബത്തിന് മുന്നിൽ പോലും മഹാനായ സിദ്ദീഖ് തങ്ങൾ തലകുനിച്ചിട്ടില്ല. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിതം നിർബന്ധമാകുന്നതിന് മുമ്പേ ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിച്ച മഹാനാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് പരിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ ദിവസത്തിലാണ്. റമളാൻ ദിവസത്തിലാണ് മുഹയ്യിദ്ദീൻ ശൈഖ് ജനിക്കുന്നത്. ഉമ്മ പതിവ് പോലെ പൊന്നുമോൻ ജനിച്ചപ്പോ പൊന്നുമോനെ മാറോട് ചേർത്തിട്ട് മുലപ്പാല് നൽകി. മുലപ്പാല് കുടിക്കാതെ മുഖം തട്ടിമാറ്റുകയാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ മുലപ്പാല് കുടിക്കാതിരുന്നപ്പോ അയൽവാസികൾ വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു, തൊട്ടടുത്തുള്ള ആളുകളെ ഒക്കെ വിളിച്ചു. ഒരാളുടെ മുലപ്പാലും അദ്ദേഹം ജനിച്ച ദിവസത്തിൽ കുടിക്കുന്നില്ല. മുമ്പായിരുന്നു. നോമ്പ് തുറന്ന ഉടനെ, പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് തുറന്ന ഉടനെ ഉമ്മ മുലപ്പാല് നൽകുമ്പോൾ അദ്ദേഹം മുലപ്പാല് കുടിക്കുകയാണ്. മുതലായ റമളാനിൽ 30 നാളിൽ മുല കൊടുക്കും കാലം മുലയെ തോടാത്തോവർ. പരിശുദ്ധമായ റമളാൻ മാസം 30 ദിവസക്കാലം പകൽ സമയങ്ങളിൽ തന്റെ മാതാവ് മുലപ്പാല് നൽകി കുടിക്കാനോ അത് തൊട്ടു നോക്കാനോ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. മഗ്‌രിബിന്റെ ശേഷമാണ് അദ്ദേഹം മുലപ്പാല് കുടിക്കാൻ തുടങ്ങിയത്. മഗ്‌രിബിന്റെയും സുബഹിയുടെയും ഇടയിലാണ് അദ്ദേഹം മുലപ്പാല് കുടിച്ചത്. ഇനി കേൾക്കണോ മറ്റൊരു അത്ഭുതം. 2-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു ഫത്വ നൽകുന്നത്. 2-ാമത്തെ വയസ്സിലാണ്. പൂർത്തിയാശത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്ന സമയമാണത്. മേഘാവൃതമായ രാത്രിയാണത്. ഇന്ന് പരിശുദ്ധമായ റമളാൻ ഒന്നാണോ എന്ന് തീരുമാനിക്കാൻ മേഘാവൃതമായതുകൊണ്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ചന്ദ്രനുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. മേഘാവൃതമാണ്, നിറയെ മേഘങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നത്, ഇന്ന് പരിശുദ്ധമായ റമളാൻ ഒന്നാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മുഹയ്യിദ്ദീൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് മുലപ്പാല് നൽകി നോക്കാം. കുടിച്ചാൽ ഇന്ന് റമളാനല്ല, കുടിച്ചില്ലെങ്കിലോ ഇന്ന് റമളാൻ ഒന്നാണ്. 2-ാമത്തെ വർഷം ജനിച്ചിട്ട് 2-ാമത്തെ വർഷം രാത്രി കഴിഞ്ഞു. സുബഹി നിസ്കരിച്ച ശേഷം എന്റെ പൊന്നുമോനെ മാറോട് ചേർത്തിട്ട് മുലപ്പാല് നൽകുന്ന കുഞ്ഞുമോൻ തന്റെ മുഖം തട്ടിമാറ്റി മുലപ്പാല് കുടിച്ചില്ല. അന്ന് നാട്ടുകാരൊക്കെ നോമ്പെടുത്തു. 2-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നിലാവ് കണ്ടു, അല്ലെങ്കിൽ റമളാൻ ഒന്നാണെന്ന് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് 2-ാമത്തെ വയസ്സിലാണ്. ഖുർആൻ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടില്ല. അദ്ദേഹം ഖുർആൻ കൊണ്ട് ജീവിക്കാൻ. പല രീതിയിൽ പല ആളുകൾ, ചില ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളായിരിക്കുന്നവർക്ക് മാറ്റം നൽകുക. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രശസ്തനായ ഒരു കുറ്റവാളിയും കൊലപാതകം നടത്തുന്ന സംഘത്തിന്റെ നേതാവുമായിരുന്നു മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൊള്ളത്തലവനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കിടക്കുമ്പോഴാണ് ആ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കാനിടയായത്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഓതിവിടാനുള്ളതല്ല, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും അതിന്റെ അർത്ഥങ്ങൾ തിരിച്ചറിയാനും എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ഓതാനാണ് ഖുർആൻ അല്ലാഹു തആല ഏൽപ്പിക്കുന്നത്. ഉസ്താദേ, ഞങ്ങൾ ഓതുന്നതിൽ പുണ്യമില്ലേ? പുണ്യമുണ്ട്, ഇല്ല എന്ന്. അതാ ഞാൻ പറഞ്ഞത്, പകുതിയിൽ നിന്ന് പോയ വിഷയങ്ങൾ മനസ്സിലാവില്ല. പരിശുദ്ധമായ ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പ്രതിഫലം ലഭിക്കൂല എന്നല്ല, ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫ് ലാം മീം. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 30 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫ് ലാം എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു പ്രതിഫലം നൽകുന്നത് 30 പ്രതിഫലമാണ്. എത്ര മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും വേണ്ട. അലിഫ് ലാം മീം 30 പ്രതിഫലം ലഭിച്ചു. അർത്ഥറിയാതെ ഓതിയാൽ പ്രതിഫലം കിട്ടൂല എന്നല്ല പറയുന്നത്. പക്ഷേ ഖുർആനിന്റെ യഥാർത്ഥ മഹത്വം, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ബെനിഫിറ്റ്, ഉപകാരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതിയാലേ കിട്ടുള്ളൂ.
മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയ കൊള്ളത്തലവനായിരുന്നു. തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കിടക്കുമ്പോഴാണ് ആ വീട്ടിൽ നിന്ന് വളരെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കേൾക്കാനിടയായത്. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആരോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. മഹാനായ ഫുളൈൽ എന്ന് പറയുന്ന കള്ളത്തലവൻ തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മനോഹരമായ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത്. അലം യഅനി, സമയമായിട്ടില്ലേ, സമയമായിട്ടില്ലേ, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലേ, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലേ. വമാ നസല മിനൽ ഹഖ്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള സമയമായിട്ടില്ലേ എന്ന് ആ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വളരെ മധുരിതമായി വളരെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോഴാണ് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങിയത്, ഇത് എന്നോടാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് എന്ന നിയത്തോടെ തന്റെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം പറയാണ്, യാ റബ്ബി വഖദ് ആൻ, യാ റബ്ബി വഖദ് ആൻ. അല്ലാഹുവേ, സമയമായിട്ടുണ്ട് റബ്ബേ, നന്നാവാനുള്ള സമയമായിട്ടുണ്ട് റബ്ബേ. ഇനി ഞാൻ കളവ് നടത്താൻ ഞാനില്ല, കൊള്ളിവെപ്പിന് ഞാനില്ല, വ്യഭിചാരത്തിന് ഞാനില്ല, തോന്നിവാസങ്ങൾക്ക് ഞാനില്ല, ഇനി ഞാൻ നന്നാവുകയാണ് എന്ന് അല്ലാഹുവിനോട് ആ സ്ഥലത്ത് വെച്ച് തീരുമാനിച്ച മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്ഥലം വിടുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സങ്കേതം എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തിന്റെ തൊട്ടടുത്തായി ഒരു കൂട്ടം മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ ചർച്ച ചെയ്യുന്നത്, ഇന്ന് രാത്രി ഇവിടെ താമസിക്കണോ അല്ല ഞങ്ങൾ ഇന്ന് രാത്രി യാത്ര ചെയ്യണോ എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം, എങ്ങാനും ഈ രാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്താൽ ഫുളൈലിന്റെ കൊള്ളത്തലവൻ ആളുകൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ, ഞങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഇവിടെ താമസിച്ച് പ്രഭാതത്തിൽ പകൽ വെളിച്ചം കടന്നു വന്നാൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവേ, ഞാനിവിടെ കൊള്ളിവെപ്പും കൊലയും നടക്കുകയാണല്ലോ, ഞാനിവിടെ തോന്നിവാസം ചെയ്ത് നടക്കുകയാണല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങൾ എന്നെ പേടിച്ച് യാത്ര പോലും ചെയ്യാതെ, എന്നെ പേടിച്ച് ഒരു സ്ഥലത്ത് യാത്ര പോലും ചെയ്യാതെ തമ്പടിക്കുകയാണല്ലോ അല്ലാഹ്, ഞാൻ നന്നാവുകയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഹറമിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് തൗബ ചെയ്ത് ലോകം കണ്ട മഹാനായി മാറി മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. ഒരു ആയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത്. ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ? ആ ചോദ്യം ഇന്ന് നമ്മയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിലും നമ്മുടെ കർണപുടങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ആ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. ഖുർആനിന്റെ ചോദ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആയത്താണ്. എന്നാൽ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആനിന് നിലനിൽപ്പുണ്ട്. ഇത് നമ്മൾക്ക് സംശയമില്ലാത്ത വിഷയമാണ്, അല്ലേ? ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമായ ഖുർആനിനെ ഇറക്കിയത് നാമാണ്. പരിശുദ്ധമായ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും എനിക്കുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? മഅമൂൻ രാജാവിന്റെ സമീപത്തേക്ക് ഒരു ജൂതനായ ഒരു സഹോദരൻ വരുന്നുണ്ട്. മഅമൂൻ രാജാവ് അദ്ദേഹം ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു സദസ്സിലേക്ക് ഒരു ജൂതനായ ഒരു സഹോദരൻ കടന്നു വരാൻ. ആ ജൂതൻ വന്നപ്പോ മഹാനായ മഅമൂൻ രാജാവ് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. നീ ഒരു ബനു ഇസ്രായേലുകാരനാണല്ലോ, നീ അഹ്ലുബൈത്തിൽപ്പെട്ട
പിന്നെ അഹ്ലു കിതാബിൽപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് നിനക്ക് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നുകൂടെ എന്ന് മഹാനായ മഅ്മൂൻ രാജാവ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സമയമായിട്ടില്ല, എനിക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല, സമയമായിട്ടില്ല. മഅ്മൂൻ രാജാവിന്റെ സമീപത്ത് നിന്ന് അദ്ദേഹം യാത്ര ചോദിച്ചു തിരിച്ചു പോവുകയാണ്. കൃത്യമായി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മഅ്മൂൻ രാജാവിന്റെ സമീപത്തേക്ക് ആ ജൂതനായ സഹോദരൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധി മഹാനായ മഅ്മൂൻ രാജാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് മഅ്മൂൻ രാജാവ് ചോദിക്കുന്നത്, 1 വർഷം മുമ്പ് ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, 1 വർഷം മുമ്പ് പരിശുദ്ധമായ ഇസ്ലാമിനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, അന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോ മഅ്മൂൻ രാജാവിനോട് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറയുകയാണ്, നിങ്ങളുടെ സമീപത്തു നിന്ന് ഞാൻ ഇറങ്ങിപ്പോയ ഉടനെ ഞാൻ നല്ല എഴുത്തുകാരാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, നല്ല ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളാണ് ഞാൻ. നേരെ പോയി ഒരു തൗറാത്ത് എടുത്തു. തൗറാത്തിന്റെ അതേ ഒരു കോപ്പി 3 കോപ്പികളായി ഞാനും എഴുതി വെച്ചു. തൗറാത്തിലുള്ളതുപോലെ ഞാനും ഒരു പുസ്തകമായി അതിലുള്ളതുപോലെ പകർത്തി എഴുതി. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില ആയത്തുകൾ, അതിന്റെ ചില സൂക്തങ്ങൾ ഞാൻ മാറ്റിമറിച്ചു. ചിലത് എന്റേത് വക ഞാൻ കൂട്ടിച്ചേർത്തു, മറ്റു ചിലത് ഞാൻ മായ്ച്ചു കളഞ്ഞു. എന്നിട്ടൊരു പൂർണ്ണമായ തൗറാത്തിന്റെ രൂപം അതുണ്ടാക്കുകയും എന്നിട്ട് ഞാൻ ജൂതന്മാരുടെ കൈകളിലേക്ക് നൽകിയപ്പോ വളരെ സന്തോഷത്തോടെ വളരെ സ്വീകരണം നൽകിയ ആ ഒരു കിതാബിനെ അവർ സ്വീകരിക്കുകയുണ്ടായി. ഞാൻ അവർക്ക് നൽകി എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. തൗറാത്തിൽ ഞാൻ മാറ്റം വരുത്തിയത് അവർ തിരിച്ചറിഞ്ഞില്ല, അതിലേക്ക് ഞാൻ കൂട്ടിച്ചേർത്തത് അവർ തിരിച്ചറിഞ്ഞില്ല, അതിൽ നിന്ന് ചില ആയത്തുകൾ മായ്ച്ചു കളഞ്ഞതും അവർ തിരിച്ചറിഞ്ഞില്ല. വളരെ സന്തോഷത്തോടെ വളരെ സ്വീകരണം നൽകിയിട്ടാണ് ആ ഏടിനെ അവർ സ്വീകരിച്ചത്. പിന്നെ ഞാൻ രണ്ടാമതായി ബൈബിൾ എടുത്തു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബൈബിൾ ഞാൻ എടുക്കുകയുണ്ടായി. ബൈബിൾ എടുത്തു. അതുപോലെ മറ്റൊരു കോപ്പി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്, അതുപോലെ പകർത്തെഴുതുകയാണ്. അതിന്റെ ചില വരികൾ ഞാൻ മായ്ച്ചു കളഞ്ഞു. അതിലേക്ക് എന്റേതായ ചില ആശയങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിലേക്ക് ചില വാക്കുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി, ചില ആയത്തുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നിട്ട് അതേപോലെ ഒരു ബൈബിളായി ക്രൈസ്തവന്മാരുടെ കൈകളിലേക്ക് കൊണ്ടുചെന്ന് കൊടുത്തപ്പോ അവരും വളരെ ആദരവോടെ വളരെ സന്തോഷത്തോടെ ആ ബൈബിളിന്റെ കോപ്പി സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരെന്നെ സ്വീകരിച്ചിരുത്തി. അവർക്ക് ഞാൻ മാറ്റം വരുത്തിയത് തിരിച്ചറിഞ്ഞില്ല, അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതും അവർ തിരിച്ചറിഞ്ഞില്ല. ഇനി കൂട്ടാനുണ്ടോ? സൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടി. ഫുള്ള് 4 മോണിറ്ററും മാക്സിമം കൂട്ടി, ഷാർപ്പ് സൗണ്ട് ഷാർപ്പാക്കി. അതേപോലെ അദ്ദേഹം പറയാണ്, ബൈബിൾ ഞാൻ തിരുത്തലുകൾക്ക് ഞാൻ വിധേയമാക്കിയപ്പോൾ അത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയുണ്ടായി. കേൾക്കണം, പരിശുദ്ധമായ ഖുർആൻ ഒരു മുസ്ഹഫ് ഞാൻ എടുത്തു. അതുപോലെ മറ്റൊരു മുസ്ഹഫിലേക്ക് ഞാൻ ഇങ്ങനെ പകർത്തി എഴുതാൻ തുടങ്ങി. ഒരു ആയത്തെന്ന രീതിയിൽ പകർത്തി എഴുതുമ്പോ അതിനിടയിൽ അറിയാതെ ചില പദങ്ങൾ ഞാൻ എന്റേത് വകയായി ഞാൻ കൂട്ടിച്ചേർത്തു. ചിലത് ഞാൻ മായ്ച്ചു കളഞ്ഞു, ചിലത് ഞാൻ ഡിലീറ്റ് ചെയ്തു, ചില ആയത്തുകൾ ഞാൻ എഴുതി വെച്ചില്ല. അങ്ങനെ ഒരു ഖുർആനിന്റെ കോപ്പി വെച്ച് മുസ്ലിമീങ്ങളായ ആളുകളുടെ കൈകളിലേക്ക് ഈ കോപ്പി നൽകിയപ്പോഴാണ് അവരാ കോപ്പി തുറന്നു നോക്കുന്നത്. ആ കോപ്പി വായിച്ചു നോക്കുമ്പോഴാണ് ചില തിരുത്തലുകൾക്ക് ഇത് വിധേയമായി എന്നവർക്ക് മനസ്സിലായത്. ആ കോപ്പി വലിച്ചെറിഞ്ഞിട്ട് എന്നെ അവർ ആട്ടിയോടിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് റബ്ബിന്റെ ഗ്രന്ഥമാണ്, ഇത് രക്ഷിതാവായ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇതിലേക്ക് മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയില്ല. ലാ യഅതീഹിൽ ബാതിലു, അതിലേക്കൊരു തിന്മ മുൻഭാഗത്തു നിന്നോ പിൻഭാഗത്തു നിന്നോ അറിയാതൊരു വാക്ക് പോലും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയൂല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഉടനെ ഞാൻ പറഞ്ഞു, അഷ്ഹദു
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാൻ ഒരു സമയം പോലും പിന്തിപ്പിക്കാതെ ഉടനെ ഞാൻ അല്ലാഹുവിലേക്ക് കടന്നു വരികയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് ആരുതനായ സഹോദരൻ മുസ്ലിമായി മഅ്മൂൻ രാജാവിനോട് പറയുകയാണ്. ഇനി നിങ്ങൾ ഇനി നമ്മൾ ആലോചിക്കണം. ഇന്ന് ലോകത്തുള്ള സകലമാന വേദഗ്രന്ഥങ്ങളെയും ഇന്ന് ലോകത്തിലുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതക്കാരുടെ ഗ്രന്ഥങ്ങളും ഏതെങ്കിലും ഒരു തീക്കുണ്ടാരത്തിലിട്ട് കത്തിക്കരിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ എല്ലാ കോപ്പികളും ലോകത്തിന്റെ മുക്കുമുലകളിലുള്ള സകലമാന കോപ്പികളും ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഒരു കോപ്പി പോലുമില്ല. ഹാർഡ് കോപ്പിയില്ല, സോഫ്റ്റ് കോപ്പിയിലൊന്നുമില്ല, എല്ലാം വലിച്ചെറിഞ്ഞു. ബൈബിളുകൾ, മത്തായിയുടെ സുവിശേഷങ്ങൾ, മാർക്കോസിന്റെ സുവിശേഷങ്ങള്, ഋതുവേദങ്ങൾ, മഹാഭാരതം, രാമായണമെന്നില്ല. ലോകത്ത് ഏതൊക്കെ മതക്കാരുണ്ടോ, ഏതൊക്കെ വിശ്വാസക്കാരുണ്ടോ, അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളുടെ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും നശിപ്പിച്ചാൽ ഏതെങ്കിലും ഒരു മതക്കാർക്ക് അതേപോലെ അവരുടെ ഗ്രന്ഥം തിരിച്ചു എഴുതി വെക്കാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കുമോ ഇല്ലയോ? ജൂതന്മാർക്ക് സാധിക്കുമോ? ഹൈന്ദവ വിശ്വാസികൾക്ക് സാധിക്കുമോ? ക്രൈസ്തവ വിശ്വാസികൾക്ക് സാധിക്കുമോ? ആർക്കാണ് സാധിക്കുക? ആരാണ് മനഃപ്പാടമാക്കി വെച്ചിട്ടുള്ളത്? ആർക്കാണ് സാധിക്കുക? ഒരാൾക്കും സാധിക്കില്ല. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികൾ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കിയാലും നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ഹർഫിന് പോലും വ്യത്യാസമില്ലാതെ ഖുർആനിന്റെ ഗ്രന്ഥങ്ങൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അടിച്ചിറക്കാൻ പറ്റുമെന്നതിൽ സംശയമില്ല. കാരണം ഹാഫിലീങ്ങൾ, ലക്ഷക്കണക്കിന് ഹാഫിലീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇന്നത്തെ ചർച്ചാ വിഷയം ഒരുപാട് ഹാഫിലീങ്ങളെ സമുദായത്തിന് സമർപ്പിച്ചത് കൊണ്ട് സമുദായത്തിന് എന്ത് നേട്ടമാണുള്ളത്? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതാണ് ഇന്ന് ചർച്ചാ വിഷയം. എല്ലാവർക്കും മക്കളെ ഹാഫിലിങ്ങളാക്കണം. പോയ സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യം, ഉസ്താദേ മകനെ ഹാഫിലാക്കണല്ലോ, എവിടെ ചേർക്കുക? കാസർഗോഡ് ജില്ലയിൽ എവിടെയാ സ്ഥലമുള്ളത്? മകളെ ഹാഫിലാക്കണമല്ലോ, എവിടെയാ കൊണ്ടുപോയി ചേർക്കുക? ഞാൻ ചോദിക്കട്ടെ, ഹാഫിലാക്കി മാറ്റിയാൽ മതിയോ? മക്കളെ ഹാഫിലാക്കിയത് കൊണ്ടെല്ലാം കഴിഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മക്കളെ ഹാഫിലാക്കിയിട്ട് എന്ത് ഉപകാരമാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രതിഫലം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മഹാന്മാരായ പൂർവീകന്മാരായ സ്വഹാബാക്കളുമായി എന്ത് ബന്ധമാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്? എന്ത് ബന്ധമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നാ സഅബ അലൈനാ ഹിഫ്ളുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ സഹിച്ചിരുന്നു. അത്തരത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷേ വസഹുല അലൈനൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. മനഃപ്പാഠമാക്കാൻ വളരെ പ്രയാസമായിരുന്നു നമ്മൾക്ക്. ഇനി ഇന്നത്തെ കാലം ആലോചിച്ചു നോക്ക്. ഹാഫിലിങ്ങൾ ഇഷ്ടം പോലെ. മിനിഞ്ഞാന്ന് വടകരയിൽ ഒരു പരിപാടി, ഒരു ഹാഫിലിങ്ങൾക്ക് സന്നദ്ധാനം നൽകുന്ന ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോ ആദരണീയരായ MT ഉസ്താദ് പറഞ്ഞു, രാത്രി ഉറങ്ങാൻ കിടന്നൊരു സഹോദരൻ രാവിലെ ആകുമ്പോ ഹാഫിലായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് രാവിലെ ആകുമ്പോ ഹാഫിലായിട്ടുണ്ട്. സംഭവിക്കാം, ഒന്നും അത്ഭുതമല്ല, അതൊന്നും അത്ഭുതമായി കാണേണ്ടതില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഹിഫ്ള് കൊണ്ട്, വെറും ഹിഫ്ള് മാത്രം നമ്മളിൽ ഒതുക്കിയത് കൊണ്ട് എന്ത് നേട്ടം നമ്മൾക്കുണ്ടായി? ഒരുപാട് ഹിഫ്ള് കോളേജുകൾ നമ്മുടെ നാട്ടിൽ വളർന്ന് പന്തലിച്ചത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? എന്ത് നേട്ടമുണ്ടായി? മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ സഅബ അലൈനാ ഹിഫ്ളുൽ ഖുർആൻ. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയാസം. പക്ഷേ വസഹുല അലൈനൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്താണോ ഖുർആൻ അതുപോലെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ഇനി നിങ്ങൾ കേൾക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം എന്തേ ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു ഖുർആന, നബി തങ്ങളുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് എന്റെ സ്വഭാവം ഖുർആൻ എന്ന് പറയാൻ പറ്റും? നിങ്ങൾ പോട്ടെ, വേറെ പറയുന്നത് എനിക്ക് പറ്റും.
ഖുർആൻ സ്വഭാവമായി മാറണം, മനപ്പാടാക്കലല്ല. ഇത് ഖുലുഖ് കാന ഖുലുഖുഹു ഖുർആന. ഭാര്യയോട് ചോദിക്കുകയാണ് നിങ്ങളെ പുതിയാപ്പിളയുടെ സ്വഭാവം എന്താണ്? അയ്യയ്യേ വൃത്തികെട്ട സ്വഭാവമാണ്. അത് പറയാൻ പാടില്ല. എന്റെ ഭർത്താവ് ഖുർആനാണ്, എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്ന് പറയിപ്പിക്കുന്ന എത്ര പുതിയാപ്പിളമാരെവിടെ ഉണ്ട്, അല്ലെങ്കിൽ എത്ര പെണ്ണുങ്ങളുണ്ട്. ഭർത്താവ് പറയണം എന്റെ ഭാര്യ ഖുർആനാണ്, ഖുർആൻ അധിഷ്ഠിതമായ ജീവിതമാണ് എന്റെ ഭാര്യ നയിക്കുന്നത് എന്ന് പറയാൻ യോഗ്യരായ എത്ര പെണ്ണുങ്ങളുണ്ട്. ഹാഫിലിങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഒരു വീട്ടിൽ ഒരാളെന്ന രീതിയിൽ ഹാഫിലിങ്ങളുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ വലിയ വലിയ മുതലാളിമാരൊക്കെ മക്കളെ ഹാഫിലിങ്ങളാക്കാൻ ഇഷ്ടംപോലെ ആളുകൾ അറിയാം. മുതലാളിമാർക്കൊക്കെ വലിയൊരു മാറ്റം വന്നൊരു സമയമാണിത്. എത്രയോ വലിയ വലിയ മുതലാളിമാരറിയാം മക്കളെ ഹുദവിയാക്കണം, മക്കളെ ഹാഫിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുന്ന എത്രയോ വലിയ കോടീശ്വരന്മാരറിയാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തട്ടെ. വലിയൊരു നന്മയുടെ ഒരു സൂചനയാണ്, പ്രതീക്ഷയുടെ സൂചനയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വ ഇന്ന മൻ ബഅദനാ, ഞങ്ങളുടെ ശേഷം ഒരു സമുദായം വരാനുണ്ട്, ഞങ്ങളുടെ ശേഷം ചില ആളുകൾ വരാനുണ്ട്. അവരുടെ പ്രത്യേകത എന്ത്? യസ്ഹുലു അലൈഹിം ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. 1.5 വർഷം കൊണ്ട് ഹാഫിലുകൾ രംഗത്തിറങ്ങും. 6 മാസം കൊണ്ട് ഹാഫിലീങ്ങൾ ഇറങ്ങും. 3 മാസം കൊണ്ട് ഹാഫിലീങ്ങൾ ഇറങ്ങും. 1 മാസത്തിൽ വരെ ഹാഫിലീങ്ങൾ ഇറങ്ങുന്നുണ്ട്. യസ്ഹുലു അലൈഹിം ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ അവർക്ക് പഠിക്കാനും മനപ്പാഠമാക്കാനും വളരെ എളുപ്പമായിരിക്കും. പക്ഷേ വയസ്ഉബു അലൈഹിമുൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ അവർക്ക് വളരെ പ്രയാസമായിരിക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ഒരുപാട് ഹാഫിലീങ്ങൾ. പക്ഷെ ആരാണ് ഖുർആനിൽ അധിഷ്ഠിതമായി അമൽ ചെയ്ത് ജീവിക്കുന്നത്? എത്ര പേരുണ്ട്? ചോദിച്ചിട്ടുണ്ടല്ലേ? ആ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് കാലഘട്ടത്തിൽ ഹാഫിലിങ്ങൾ കൂടുതലുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അമൽ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കണം നമ്മൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖലീഫ, ഇസ്ലാമിക ചരിത്രത്തിലെ 2ാം ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കാൻ 12 വർഷം എടുത്തിരുന്നു. കേട്ടോ, കേൾക്കുന്നുണ്ടോ? 12 വർഷമാണ് സൂറത്തുൽ ബഖറ മനപ്പാഠാക്കാൻ ഉമർ തങ്ങൾ എടുത്തത്. നമ്മൾ 1.5 വർഷം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറക്കാൻ ഓരോ സ്ഥാപനങ്ങൾ 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറക്കാൻ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊന്നും ഹാഫിലിങ്ങൾ ഇറക്കണ്ട എന്നല്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വരെ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 വർഷം കൊണ്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയത്. എന്നിട്ടോ അദ്ദേഹം പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയപ്പോ അതിന്റെ പേരിൽ ആടറുത്ത് സമ്മാനം നൽകിയിട്ടുണ്ട്. ആടറുത്തിട്ട് ഇറച്ചി വിതരണം ചെയ്തു. സന്തോഷം കൊണ്ട് സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയ സന്തോഷം കൊണ്ട്. അതാ പറഞ്ഞത്, ഞങ്ങൾക്ക് ഖുർആൻ മനപ്പാഠമാക്കാൻ പ്രയാസമായിരുന്നു, പക്ഷെ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ കേൾക്കണം, രോഗികളായ ആളുകൾ, ക്യാൻസർ രോഗികളായ ആളുകൾ, കിഡ്നിയുടെയും ഹാർട്ടിന്റെയും പ്രശ്നമുള്ള ആളുകൾ, ഷുഗറിന്റെയും പ്രഷറിന്റെയും പ്രശ്നമുള്ള രോഗബാധിതരായ ആളുകൾ ഹോസ്പിറ്റലിലേക്ക്, ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഒരു മരുന്ന് നൽകി. മരുന്നിന്റെ ലിസ്റ്റ് നൽകി. ആ മരുന്നും ആ ലിസ്റ്റും വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ആ രോഗിയുടെ അസുഖത്തിന് ശിഫ ലഭിക്കും. നമ്മൾ പറയണം, ആ കസേര ബാക്കിൽ വെക്കരുത്, ഒന്ന് മുമ്പിൽ വെക്കി. കുറെ ലോങ് ആയി പോയിട്ടുണ്ട് സദസ്. ആലോചിക്കണം, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാൻ, എന്തിന്? ക്യാൻസർ ആണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പനി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു അസുഖം കാരണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഡോക്ടർ മരുന്ന് കുറിച്ചു തന്നു. ആ മരുന്നും അതിന്റെ ലിസ്റ്റും വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ടീപ്പോയിൽ വെച്ചാൽ ആ വ്യക്തിയുടെ അസുഖം മാറോ? നിങ്ങൾ പറയും മാറോ? ഇനി വേണ്ട. ആ ലിസ്റ്റ് അദ്ദേഹം ഇങ്ങനെ വായിക്കാൻ, ഡോക്ടർ തന്ന ലിസ്റ്റ് അദ്ദേഹം ഇങ്ങനെ വായിക്കാൻ. ഇതിൽ പാരസിറ്റമോൾ ഉണ്ട്, പെനഡോൾ ഉണ്ട്, അങ്ങനെ മറ്റു ചില കഫ് സിറപ്പ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിന്റെ രോഗം മാറോ? ഇല്ല, കുടിക്കണം. അതാണ് ഖുർആൻ ഓതിയത് കൊണ്ട് അതിന്റെ പ്രത്യേകമായ മഹത്വം ഒരാൾക്ക് ലഭിക്കില്ല. ഓതിയത് കൊണ്ട് ലഭിക്കില്ല. എങ്ങനെ ഓതണം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മരുന്ന് ടേബിളിൽ വെച്ചാൽ
ശിഫ ലഭിക്കാത്തതുപോലെ മുസ്ഹഫ് നമ്മുടെ വീടിന്റെ ഷോക്കേസുകളിൽ മനോഹരമായ മുസ്ഹഫുകൾ ഉംറക്ക് പോയി ഹജ്ജിന് പോയി കൊണ്ടുവന്ന് വെച്ചാൽ അതുകൊണ്ടൊരു നേട്ടമില്ല. ഹാഫിലിങ്ങൾ പഠിച്ച് മനസ്സിലിരുത്തി 30 ജുസും മനപ്പാടമാക്കി മനസ്സിലിരുത്തി വെച്ചാൽ ഏതുപോലെയായി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ മരുന്ന് വാങ്ങി വീട്ടിന്റെ ടീപ്പോയിൽ വെച്ചതുപോലെ. ഇനി വായിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം എന്തെന്നറിയില്ല, അത് എങ്ങനെ ഓതണമെന്നറിയില്ല, തജ്വീദിന്റെ നിയമം അറിയില്ല. അവൻ എങ്ങനെയാണ് ആ ലിസ്റ്റ് ഇങ്ങനെ വായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പാരസിറ്റമോൾ പാരഡോൾ ഇങ്ങനെ വായിക്കുന്നത് പോലെയാണ്. രോഗം മാറൂല. പക്ഷെ രോഗം എങ്ങനെയാ മാറുന്നത്? എങ്ങനെയാ രോഗം മാറാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഏകാന്തനായിരിക്കുമ്പോഴാണ് അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഓതണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ അന ബിഖാരിൻ, എനിക്ക് ഓതാൻ അറിയില്ല. അണച്ചു ചേർത്ത് വേദന സഹിച്ച് പേടിച്ച് വിറച്ചുകൊണ്ട് തന്റെ വീട്ടിലെ കടന്നു വന്നിട്ട് ഖദീജയോട് പറയാണ്, എന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയാണ്, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ എന്ന് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോ ഖദീജ ബീവി മുതപ്പിട്ട് മൂടിക്കൊടുത്തു. അപ്പോഴാണ് അല്ലാഹു തആല ഒരു ആകുന്നത്, അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടി പുതച്ചുറങ്ങുന്ന മനുഷ്യ, ഓ മൂടി പുതച്ചുറങ്ങുന്ന നബിയേ, ഉറങ്ങാനല്ല സമയം, രാത്രി ഒന്നെണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു. നബി തങ്ങൾ 9 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. അത് ദീനിന്റെ ഭാഗമാണ്. ഏതുപോലെ തഹജ്ജുദ് നബി തങ്ങൾക്ക് നിർബന്ധമായിരുന്നു, നമ്മൾക്ക് നിർബന്ധമില്ല. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങിയാൽ കുറ്റം കിട്ടൂല, നിസ്കരിച്ചാൽ കൂലി കിട്ടുന്നുള്ളൂ. നിസ്കരിക്കാതെ ഉറങ്ങിയാൽ കുറ്റം കിട്ടൂല. നബി തങ്ങൾക്ക് അങ്ങനെയല്ല, തഹജ്ജുദ് നിർബന്ധമായിരുന്നു. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം നബിയെ. നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ, രാത്രി നമ്മളൊക്കെ എണീറ്റ് ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എണീക്കുന്നത് പോലെയല്ല അല്ലാഹുവിന്റെ ഹബീബിനോട് നിസ്കരിക്കാൻ പറഞ്ഞത്, നബിയോട് പറഞ്ഞത് നിസ്ഫഹു, രാത്രി നേരെ പകുതിയാക്കി പകുതി ഭാഗം തഹജ്ജുദിന് വേണ്ടി ചെലവഴിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. അല്ലെങ്കിൽ അല്പം കുറച്ചോ കുഴപ്പമില്ല, ഒരു 6 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറൊക്കെ കുഴക്കുന്നതിന് കുഴപ്പമില്ല, ഒരു 5 മണിക്കൂറൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാം. നബിയെ, അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയെക്കാളും കൂടുതൽ നിസ്കരിക്കണേ നബിയെ, കുറച്ചല്ല, രാത്രിയുടെ പകുതിയെക്കാളും കൂടുതൽ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് അല്ലാഹു കൽപ്പന നൽകിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, വറത്തിലിൽ ഖുർആന തർതീലാ, ഖുർആൻ ഓതുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഓതേണ്ടത്. ഖുർആൻ എങ്ങനെ ഓതേണ്ടത്? യാസീനുൽ ഖുർആനിൽ മിനൽ മുർസലീൻ എന്ന പോക്കാണ്. നല്ല സിയാറത്തിനൊക്കെ പോയാ പഠിച്ചോ, ഇതെപ്പോ തീരാ, ഇതൊന്നും എങ്ങനെ തുർജാവുൻ പോക്ക് 140 വട്ടം 140 സ്പീഡിലൊക്കെ പോവാ. കേൾക്കണം ഹദീസ്, കേൾക്കണം നമ്മൾ. എത്രയെത്ര ഖുർആൻ ഓതുകാരാണ്, എത്ര ആളുകളാണ് ഖുർആൻ ഓതുന്നത്, പക്ഷേ എന്ന് ഓതി നിർത്തി മുസ്ഹഫ് പൂട്ടി വെക്കുമ്പോഴേക്കും ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അസറുകളിൽ കാണാൻ പറ്റും. ഖുർആൻ ഓതിയത് എന്തിന്? കൂലി കിട്ടാൻ. ഖുർആൻ ഓതിയിട്ട് മുസ്ഹഫ് പൂട്ടി വെക്കുമ്പോ ഖുർആൻ അയാളെ ശപിക്കാൻ, അല്ലാഹു നിന്നെ ശപിക്കട്ടെ, ലഅനകല്ലാഹ്, അല്ലാഹു നിന്നെ ശപിക്കട്ടെ ഖുർആൻ പറയാണ്. എത്രയെത്ര ഖുർആൻ ഓതുകാരാണ്. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടതെന്ന് പഠിക്കാനാണ് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് ഞാൻ ഇട്ടു തരുന്നത്. ഖുർആൻ ക്ലാസുകളുടെ പ്രസക്തി എന്ത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് പ്രൗഢമായി മാസത്തിൽ ഒരു തവണ തുടരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ താല്പര്യം പോലെ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ, അല്ലെങ്കിൽ വർഷത്തിൽ ഇതേപോലെ അടുത്ത വർഷം ഒരു വാർഷികമായി തുടരാൻ.
എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ സജീവമായി പങ്കെടുക്കുമെങ്കിൽ വളരെ വിശാലമായ ഒരു ഓഡിറ്റോറിയത്തിൽ നല്ല ഓൺലൈൻ സജ്ജീകരണങ്ങളൊക്കെ നൽകി എല്ലാ മാസത്തിലും ഒരു സൂറത്ത് ബേസാക്കി തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഇമാമക്കുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷേ നല്ല ആവേശത്തോടെ ഏറ്റെടുത്തിട്ട് 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ആളിങ്ങനെ കുറഞ്ഞു പോകാൻ പാടില്ല, അത് നടക്കാൻ പാടില്ല. നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസുകളുടെ പ്രസക്തി എന്ത് അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഖുർആൻ ഓതുകാരാണ്, എത്ര ആളുകളാണ് ഖുർആൻ ഓതുന്നത്. വൽ ഖുർആനു യൽഅനു, പക്ഷേ അയാളെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ അയാളെ ശാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാന്മാരായ ആളുകൾ, പണ്ഡിതന്മാർ അസറുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ചില അസറുകളിൽ കാണാം. ഇത് ഏത് ഓത്തുകാരാ? നമ്മളെ പോലെയുള്ള ഓത്തുകാര്. എങ്ങനെ യാസീൻ ഓതാൻ, യാസീനുൽ ഖുർആനുൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഖുർആൻ ഓതി തുർജഉന എത്തിയപ്പോൾ ഖുർആൻ നീ നശിച്ചു പോട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ഓത്താണ് പല ആളുകളും. ഖുർആൻ ഓതി മുസാഫ് പൂട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് നീ പുറത്തു തരണേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കേണ്ട ഓത്തുകളാണ് നമ്മുടെ പല ആളുകളുടെയും ഓത്തുകൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. യാസീൻ ഓതാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ ഇങ്ങനെ ഓതേണ്ടതിന് പകരം ഒരാൾ ഓതാണ് യാസീൻ. ഓത്ത് തെറ്റാണ്. അവിടെ യാ എന്ന് 5 6 ഹറക്കത്തിന്റെ നീട്ടാൻ പാടില്ല, 2 ഹറക്കത്ത്. യാസീൻ യാസീൻ അത് പറ്റൂല. സ്റ്റൈലാക്കിയിട്ട് ഓതൽ അവിടെ നടക്കൂല. തജ്വീദ് പഠിക്കണം. ഖുർആൻ ഫാത്തിഹ ഓതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന് ചൊല്ലേണ്ട സ്ഥലത്ത് അൽഹംദു എന്ന് പറഞ്ഞാൽ നിസ്കാരം സ്വഹീഹല്ല, ഫാത്തിഹ ശരിയല്ല. അർറഹ്മാനിർ റഹീം. റഹീം റ എന്ന് പറയേണ്ടിട്ട് റോ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അർറഹ്മാനിർ റഹീം. ചില ആളുകൾ അങ്ങനെ ഓതാ, നമ്മളൊക്കെ അങ്ങനെ ഓതാ അർറഹ്മാനിർ റഹീം. അതിപ്പോ റോ എന്നാണ് വരിക. റഹ്മാൻ റഹീം എന്ന് അതല്ല, തെറ്റാണ്. അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ വസ്വാസ് ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. പഠിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്, പറയൽ എന്റെ കടമയാണ്. ഇത് പറയാതെ പോകാൻ പറ്റൂലല്ലോ, ഇത് പഠിക്കാതെ രക്ഷപ്പെടാനും പറ്റൂല. എന്തേ പഠിക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, എന്തേ തജ്വീദിന്റെ നിയമം പഠിക്കാത്തത്? സിനിമ കാണാനും സീരിയൽ കാണാനും പാട്ട് കാണാനും കളികൾ കാണാനും സംഘടിപ്പിക്കാനും സമയം ലഭിച്ച നമ്മൾക്ക് എന്തേ പരിശുദ്ധ ഖുർആനിന്റെ തജ്വീദ് പഠിക്കാൻ സമയം ലഭിക്കാത്തത്? അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് സമാധാനം പറയാൻ പറ്റുമോ ഇല്ലേ എന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കണം. പറയാൻ പറ്റോ? സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റോ? വയസ്സന്മാരെ നിങ്ങളുടെ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഒന്ന് മദീനയിൽ പോവുക, ഉംറക്ക് പോയാൽ മദീനയിൽ ചെന്നാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയുടെ സഫുകളിലൂടെ ഒന്നിങ്ങനെ നടന്നു നോക്കുക. വലിയ 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 താടി നരച്ച മുടി, നരച്ച മുഖം, ചുഞ്ഞ കൈകളിൽ ഒന്നുവടിയുമായി നടക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഖുർആൻ പഠിക്കുന്ന രംഗങ്ങൾ കാണാൻ പറ്റും മസ്ജിദുൻ നബവിയിൽ. നമ്മുടെ നാട്ടിൽ 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ പഠനമില്ല, പിന്നെ പ്രവാസ ലോകം, പിന്നെ ഗൾഫാണ്, പിന്നെ അങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്ത. അള്ളാന്റെ മുമ്പിൽ ഇത് എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ, പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മുന്നിലുണ്ട്, പഠിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. നഷ്ടപ്പെടുത്തിയത് നമ്മുടെ നഷ്ടമാണ്. അള്ളാഹു ചോദ്യം ചെയ്യും. തജ്വീദിന്റെ നിയമപ്രകാരമാണ് ഖുർആൻ വേണ്ടത്. അത് പഠിക്കാനാണ് നമ്മുടെ തഫ്സീർ ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾ അതിനു വേണ്ടിയാണ്. ഇനി പോട്ടെ, ഇനി ഖുർആനിന്റെ ക്ലാസുകളിലേക്ക് വന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ചെന്നാൽ ഇഷ്ടം പോലെ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസുകളില്ലേ, തജ്വീദ് പഠിപ്പിക്കുന്ന ക്ലാസുകളില്ലേ. ഖുർആനിന്റെ ഏത് സൂറത്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആ സൂറത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടാകുമ്പോ നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു ചോദിക്കുമ്പോ എന്ത് മറുപടിയാണ് നമ്മളൊക്കെ പറയുക? സഹോദരാ സഹോദരിമാരെ, എന്ത് മറുപടിയാ പറയാ? ചെറുപ്പക്കാരാ, അതുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ കോളേജിൽ പോയില്ലല്ലോ, ഞങ്ങൾ ദർസിലേക്ക് ചേർന്നില്ലല്ലോ, ഞങ്ങൾ മദ്രസയിലേക്ക് പോയില്ലല്ലോ, അത് പറയരുത്. അത് പറയാനുള്ള അവകാശം നമ്മൾക്കില്ല. പഠിക്കാനാണ് ഈ സദസ്സുകൾ ഒരുമിച്ച് കൂടുന്നത്. ഇതുപോലെ ഖുർആൻ ക്ലാസുകൾ ഒരുമിച്ച് കൂടുന്നത് പഠിക്കാനാണ്. എത്ര 4-5 പെണ്ണുങ്ങളല്ലാതെ എവിടെ ചെറുപ്പക്കാരന്റെ നമ്മുടെ വാലിന്റെ സദസ്സിലേക്ക് വളരെ താല്പര്യത്തോടെ കടന്നു വരാത്തത്? ഈ ലോകം അസ്തമിക്കാനുള്ളതാണ്. ഈ
ലോകം നശിക്കാനുള്ളതാണ്. അല്ലാഹു തആല നാളെ മഹ്ശറാബൻ സഭയിൽ ചോദിക്കുമ്പോ സമാധാനം പറയാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, നിങ്ങളിലേക്ക് ഞാൻ മുട്ടുതരാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പൊ ഖുർആൻ ഓതേണ്ടത് വറത്തിലിൽ ഖുർആന തർതീല. ഖുർആൻ വളരെ മനോഹരമായി തജ്വീദിന്റെ നിയമപ്രകാരമാണ് ഓതേണ്ടതെന്ന് വളരെ വ്യക്തമായി ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഒരുപക്ഷേ നല്ല മാധുര്യത്തോടെ നല്ല ശബ്ദത്തോടെ ഓതാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം ഓതാൻ എല്ലാവർക്കും കഴിയൂലേ? അതിൽ ചില മദ്ദുകളുണ്ട്, ചില സ്ഥലത്ത് നിർത്തേണ്ടതുണ്ട്, ചില സ്ഥലത്ത് നീട്ടേണ്ടതുണ്ട്, ചില സ്ഥലത്ത് മണിക്കേണ്ടതുണ്ട്, ചില സ്ഥലത്ത് മണിക്കാതെ ഓതേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയൂല, പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുമ്പോൾ നിർബന്ധമായി നിർത്തേണ്ട ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ നിർത്താറുണ്ടോ? നിർബന്ധമായിട്ട് നിർത്തണം. നിങ്ങൾ ആരെങ്കിലും നിർത്താറുണ്ടോ? നിർബന്ധമാണ്. വഖഫ് ലാസിം, നിർബന്ധമായിട്ടും വഖഫ് ചെയ്യേണ്ട സ്ഥലം. നമ്മൾക്ക് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ ഉസ്താദേ, എന്തേ പഠിക്കാത്ത? ചോദ്യതാണ്, എന്തേ പഠിക്കാത്ത? എവിടെയാണത്? وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم. അവിടെ നിർത്തണം, അവിടെ വഖഫ് നിർബന്ധമാണ്, നിർത്താതെ ഓതാൻ പാടില്ല. എത്ര ആളുകൾ ഇത് ഓതുന്നുണ്ട്? സിയാറത്ത് കഴിഞ്ഞിട്ട് വന്നവരല്ലേ, യാസീൻ ഓതി വന്നവരല്ലേ? എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരും, പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ആണുങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരും. ഇതിന്റെ ലക്ഷ്യം നമ്മുടെ ഈ ഒരു ചെലവിലുള്ള ക്യാഷ് അതിൽ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈ ബോക്സ്, ഈ സ്റ്റേജ്, ഇതിനു വേണ്ടി നടത്തിയ പ്രചരണങ്ങൾ ഇൻഷാ അല്ലാഹ് സൈഡിലുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ പോവണേ. ഒരു മിനിമം ഒരു 100 ഇട്ട് കൊടുത്തൂടെ? ഒരു മിനിമം ഒരു 100 ഇട്ട് കൊടുക്കാനോ അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു പൂർണ്ണമായ പ്രതിഫലം തരാ. പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുക, പെണ്ണുങ്ങളെ ഹാൻഡ് ബാഗ് എടുക്കുക, അതിൽ നോട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട നോട്ട് എടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊടുത്താൽ മതി. നിങ്ങൾക്ക് 10 ആണ് ഇഷ്ടമെങ്കിൽ 10 ഇട്ടോളൂ, കുഴപ്പമില്ല. 5 ആണ് ഇഷ്ടം 5 ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. ഒരാൾക്ക് ഇഷ്ടം 2000 ആണ്, അത് ഇട്ടോളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒറ്റൊരു ലക്ഷ്യമുള്ളൂ, നമ്മുടെ ഈ ഒരു ചെലവിനാവശ്യമായ തുകകൾ ഈ ഒരു ബക്കറ്റിലൂടെ ഇൻഷാ അല്ലാഹ് പരിഹരിക്കപ്പെടണം. പിന്നെ ഒരു വിഷയമുണ്ട്, നമ്മുടെ പള്ളികളിൽ ജുമാ കഴിഞ്ഞാട്ട് ഒരു ബോക്സ് വരും. മാലിക്കുന്ന പള്ളിയിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല, അവിടെ ഇല്ല. നമ്മുടെ പള്ളികളിലൊക്കെ ഒരു ബോക്സ് വരും. അത് ജുമാ കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഒരു ബോക്സ് ഇങ്ങനെ പോകും. അപ്പൊ ഒരു സൗണ്ട് കേൾക്കും, ടിക് 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 ടിക്. എന്താ ഈ ശബ്ദം എന്നറിയോ? പള്ളിയിലേക്ക് 2 രൂപയുടെ കോയിൻ വന്നിട്ട് ബോക്സ് ഇട്ട് കൊടുക്കാൻ. ആർക്കായി 2 രൂപ വേണ്ടത്? ആർക്കായി 2 രൂപ വേണ്ടത്? 1 രൂപയുടെ 2 രൂപയുടെ കോയിനായിട്ട് ആ ബോക്സിൽ ഇട്ട് കൊടുക്കുക. ആ ബോക്സ് തള്ളിയതിന് മുതലാവത്. അപ്പൊ അവിടെ ഒരു മിനിമം ഒരു 10 രൂപയെങ്കിലും ഇടണം. അത് നമ്മുടെ വയസ്സന്മാരാ പഴയ ആചാരത്തോടെ തുടരാണ്. പണ്ട് 2 രൂപ ഇട്ടിരുന്നു, അത് തന്നെ ഇന്നിടാൻ. ഒരു 10 രൂപയെങ്കിലും ഇടാൻ പറ്റാത്ത ആളുകളുണ്ടോ? അത് 10 അവിടെ മിനിമം. ഇങ്ങനെയുള്ള ബക്കറ്റുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുമ്പോ ഒരു മിനിമം 100 ഇടണം. ഉസ്താദ് എനിക്കതിന് കഴിയില്ലോ, ഞാനൊരു പാവപ്പെട്ട ആളാണല്ലോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണ് കഴിയുന്നത് ഇട്ട് കൊടുത്തോളൂ. സബഖ ദിർഹമുൻ അൽഫ ദിർഹം. ഒരു പക്ഷേ നിങ്ങളിട്ട 10 രൂപയായിരിക്കും ഇവിടെ ഇടുന്ന 1000 രൂപയെക്കാളും വലുത്. കാരണം 1000 ഇട്ടവൻ ലക്ഷമുള്ളവനായിരിക്കും, 10 ഇട്ടവൻ 20 രൂപ കയ്യിലുള്ള ആളായിരിക്കും. അപ്പൊ നിങ്ങളുടെ 10-നാണ് അവന്റെ 1000-നെക്കാളും പ്രാധാന്യം. അതുകൊണ്ട് നല്ലൊരു തുക മാന്യമായ രീതിയിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 100 മിനിമമാണ്. 1000 2000 ഏതിട്ടാലും കുഴപ്പമില്ല. പെണ്ണുങ്ങളും അതുപോലെ സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പരിശുദ്ധമായ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ നമ്മുടെ സയ്യിദ് നേതൃത്വത്തിൽ ഒരു കൂട്ടുപ്രാർത്ഥന ഈ പരിപാടി കഴിഞ്ഞ ഉടനെ എവിടെയുണ്ട്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ. നേരത്തെ തുടങ്ങിയത് എന്തിനാ? നേരത്തെ നിർത്താനാണ്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10 മണിയാവാതെ ഒരു സ്ഥലത്തും വാദം തുടങ്ങാറില്ല. പക്ഷെ ഇന്ന് ശക്തമായ ഡിമാൻഡ് വെച്ചത് 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്നാണ്. ഇൻഷാ അല്ലാഹ് ഒരു 10-10:30 ആകുമ്പോഴെങ്കിലും ഈ പരിപാടി അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഫലാ യഹ്സൂക ഖൗലുഹും. അവിടെ നിർത്തണം സഹോദര, നിർബന്ധമാണത്. ഫലാ യഹ്സൂക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അത് നിർത്താതെ ഓതൽ തെറ്റാണ്. ഏതുപോലെ? ഫലാ യഹ്സൂക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അങ്ങനെ നിർത്തണം.
നിർത്താതെ തെറ്റാണ്. വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട് അവിടെ, വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യൽ നിർബന്ധമായിരിക്കും, ചില സ്ഥലങ്ങളിൽ നീട്ടൽ നിർബന്ധമാണ്, ചില സമയത്ത് നീട്ടാതെ ഓതൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തജ്വീദിന്റെ നിയമം വളരെ ഭംഗിയായി മനോഹരമായി ചെറുപ്പക്കാരാ ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചിട്ട് ഈ കാസർഗോഡിന്റെ സാഹചര്യങ്ങൾ പ്രത്യേകമായി സ്പർദ്ധയുണ്ടാക്കി മതങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ലഹളകൾക്ക് തിരികൊളുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, ഏത് സമയത്തും കൊലപാതകങ്ങൾ നടക്കാനുള്ള സാഹചര്യം, ഒന്ന് ധൈര്യമായി പുറത്തിറങ്ങാൻ പോലും നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരം അല്ലാഹു സംരക്ഷിക്കാൻ മറ്റുള്ള ആളുകളുടെ കൊലപാതകം നടത്തുന്ന ക്രിമിനലുകളായ ആളുകളുടെ ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ ആ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹു പരിഹാരം പറഞ്ഞതെന്താ? വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നിങ്ങൾ ഖുർആൻ ഓതണേ. വഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ, നന്നായി ഖുർആൻ ഓതണം. ഏത് ഓതാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അതല്ല മുഅ്മിൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ ഓതലെങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. സ്പീഡ് ഓതുമ്പോൾ തെറ്റുപറ്റിയ പ്രശ്നമാണ്. സ്പീഡ് ഓതിയത് കൊണ്ടൊന്നും കുറ്റം മുട്ടൂല. സ്പീഡ് തജ്വീദിന്റെ നിയമപ്രകാരം ഓതി അതിനും കൂലിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഓതേണ്ടത് എങ്ങനെ ഓതിയാലാണ് ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കുക? ഇതിന്റെ ഓഫർ എന്താ? നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് ഖുർആനിന്റെ താക്കീതാണ്, ഖുർആനിന്റെ മുന്നറിയിപ്പ്, സന്തോഷവാർത്തയാണ്. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. നിങ്ങൾ ഖുർആൻ ഓതിയാൽ, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ, നിങ്ങളുടെയും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളുടെയും ഇടയിൽ ഞാനൊരു മറയിട്ട് തരാം, ഒരു ഹിഡൻ സ്ക്രീൻ. ഹിജാബൻ മസ്തൂറ എന്ന് പറഞ്ഞാൽ ഹിഡൻ സ്ക്രീൻ, നിങ്ങൾക്ക് കാണൂല. അങ്ങനെ ഒരു നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരാൻ, പക്ഷേ ആക്രമിക്കുന്ന കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു മറ അല്ലാഹു നൽകും. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരിക്കുമ്പോഴല്ലേ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ കടന്നു വരുന്നത് ശക്തമായ മൂർച്ചയുള്ള പാറക്കല്ലുമായി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ കാര്യം പ്രശ്നമാണ്, പെണ്ണ് അല്പം ചൂട്ടിലാണ്, ദേശത്തിലാണ്, അതുകൊണ്ട് കാര്യം കഷ്ടമാണ്, നബിയെ രക്ഷപ്പെടല്ലേ, നബിയെ പ്രശ്നമാവല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട്, സിദ്ദീഖ് ആ പെണ്ണെന്നെ കാണൂല, ആ പെണ്ണെന്നെ കാണൂല. ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ തന്റെ കയ്യിൽ മൂർച്ചയുള്ള പാറക്കലുമായി നബി തങ്ങളെ വധിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ഐന സാഹിബുക്, എവിടെ നിന്റെ ചങ്ങാതി, എവിടെ നിന്റെ കൂട്ടുകാരൻ, എവിടെ നിന്റെ മുഹമ്മദ്? സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്തേ? എന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചുവല്ലോ, എന്റെ ഭർത്താവിനെ ആക്ഷേപിച്ചുവല്ലോ. എന്റെ ചങ്ങാതിയോ? എന്റെ ചങ്ങാതി അങ്ങനെ ആളുകൾ ആക്ഷേപിക്കില്ലല്ലോ. അല്ലല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അതെന്റെ ചങ്ങാതി ആക്ഷേപിച്ചതല്ല, അത് അല്ലാഹു ആക്ഷേപിച്ചതാണ്. എന്റെ ചങ്ങാതി അങ്ങനെയൊന്നും ആക്ഷേപിക്കൂല, അല്ലാഹു ആക്ഷേപിച്ചതാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും നശിച്ചിരിക്കുകയാണ്. സയസ്ലാ നാറാ ദാത ലഹബ്, ആളിക്കത്തുന്ന തീയിൽ, ആളിക്കത്തുന്ന നരകത്തിൽ രണ്ടുപേരും പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കിയപ്പോഴാണ് ആ മക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ, മക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ അഭിമാന പ്രശ്നമുണ്ടായി. ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴാണ് ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കുന്നത്. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്, തൊട്ടടുത്തുള്ള നബി തങ്ങളെ കാണുന്നില്ല. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്, കാരണം സിദ്ദീഖ് തങ്ങളെ വധിക്കാനല്ല വന്നത്. നബി തങ്ങളെ കാണുന്നില്ല. എന്തേ? ഹിജാബൻ മസ്തൂറാ, അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കാൻ.
എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചാൽ 100 ഒട്ടകം സമ്മാനം തരാമെന്ന് പറഞ്ഞില്ലേ? 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 100 ഇന്നോവ ഒക്കെ പിടിക്കാൻ നമ്മൾക്ക് അല്ലേ, ഒരു മെഴ്സിഡസ് 100 മെഴ്സിഡസ് ബെൻസ് തരാം. ഇന്നാലും നാളെ തലയെടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കൂല. എന്തിന്? 200 രൂപയ്ക്ക് തലയെടുക്കുന്ന കാലാണിത്. കൊട്ടേഷൻ നൽകി 200 രൂപ കൊടുത്ത തലയെടുത്ത് തരും. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാടിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ അല്ലേ. കൊലപാതകങ്ങൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കാലമാണ്, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന കാലമാണ്. 200 രൂപയ്ക്ക് പോലും കൊലപാതകം നടത്തിയിട്ടുണ്ട്. അപ്പോ ഒരു 100 മെഴ്സിഡസ് ബെൻസ് തരാം, ഇന്നാലും നാളെ തലയെടുക്കുമെന്ന് വെച്ചാൽ ഉറപ്പിലെടുക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നബി തങ്ങളെ തലയെടുക്കാൻ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ വീട് വളഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂലോ. പക്ഷേ നബി തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ എന്നോതി ഒരു പിടി മണ്ണ് വാരി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ ഒരു പിടിച്ച വാളുമായി നിൽക്കുന്ന കിഴരന്മാരുടെ മുഖത്തെ കറിഞ്ഞപ്പോൾ അവർ ഒന്ന് കണ്ണ് തിരുമ്മി തുറക്കുന്നതിന് മുമ്പേ അവരുടെ ഇടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് രക്ഷപ്പെട്ടു. ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു മറയിട്ട് കൊടുത്തു. കണ്ടില്ല, അത് അസാധ്യമായ ഒരു സംഭവമല്ലേ. ഊരിപ്പിടിച്ചു നിൽക്കുന്ന വാളും പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ നബി തങ്ങൾ പോയി. അവർക്ക് കണ്ടില്ല. എന്റെ ഖുർആൻ ഓതൂ, നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി പോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്ഥലത്ത് ഇങ്ങനെ തമ്പടിക്കുന്നത്. ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു, തമ്പടിച്ചു. അപ്പൊ ചോദിച്ചു, അല്ല, നിങ്ങളിൽ ഇന്ന് വാച്ച്മാനായി നിൽക്കാൻ, ഇന്ന് നമ്മുടെ ഈ ടെന്റിനെ, ഈ ക്യാമ്പിനെ നിങ്ങൾക്കിടെ കാവൽക്കാരായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാണോ? രണ്ടുപേര് ചാടി എണീറ്റു. നബിയേ, ഞങ്ങൾ തയ്യാറാണ്. ആരാണ്? ഒന്ന് അബ്ബാദ് ബിൻ ബിശ്ർ, രണ്ട് മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും നബി തങ്ങൾ പറഞ്ഞു, ഏതൊക്കെ സമയത്ത് ആരൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പൊ മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞു, രാത്രിയുടെ ആദ്യ പകുതി ഞാൻ നിൽക്കാം, രണ്ടാമത്തെ പകുതി നിങ്ങൾ നിൽക്കണം. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാൻ, ആ യുദ്ധത്തിൽ തോറ്റുപോയ സൈന്യം തിരിച്ചു വന്ന് മഹാന്മാരായ പ്രവാചകന്മാരെ ആക്രമിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് രണ്ട് കാവൽക്കാരെ വെച്ച് മഹാനായ നബി തങ്ങൾ ഉറങ്ങാൻ കൊടുക്കുന്നത്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാരെ, നീ ഉറങ്ങിക്കോളൂ, ഞാൻ എന്റെ സമയം കഴിഞ്ഞാൽ നിന്നെ വിളിക്കാം. രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിൽ എണീറ്റാൽ മതി. എല്ലാരും ഉറങ്ങി. കൂർക്കം വലിക്കാൻ നിശയുടെ നിശബ്ദത, കൂരിരുട്ടിൽ ശ്മശാന മുഖതയിൽ പച്ചിലകളും മരങ്ങളും കല്ലുകളും അള്ളാഹുവിന്റെ വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നത് പോലെ മഹാനായ അബ്ബാദ് തങ്ങൾക്ക് തോന്നാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും ആകാശങ്ങളിലുള്ളവരും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്തിനേറെ, ഈ ചരൽ കല്ലുകൾ വരെ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളിലുള്ള ചില്ലകളിലുള്ള ഓരോ ഇലകളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല, നമ്മളത് അറിയുന്നില്ല. എന്തിനേറെ പറയണം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ഭൂമിയിലുള്ള എല്ലാ ആളുകളും ആകാശങ്ങളിലുള്ള എല്ലാ ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നബി തങ്ങളത് കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ആ കണ്ണ് ആ കാണാൻ പറ്റുന്ന കണ്ണായി മാറിയിട്ടില്ല. സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രനും സുജൂദ് ചെയ്യുന്നുണ്ട്. വൽജിബാലു, പർവ്വതങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂര്യൻ
സുജൂദ് ചെയ്യുന്നുണ്ടെന്നാണ്. ദിനേന ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നുണ്ട്. മരങ്ങൾ, നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളും കോഴികളും മൃഗങ്ങളും ആടുകളും പശുക്കളും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നത് ഞാനല്ല, ഇത് അള്ളാഹുവിന്റെ വചനമാണ്. നമ്മളത് കണ്ടിട്ടില്ല, കാണാനുള്ള കണ്ണായിട്ടില്ല. ഇത് കാണാനോ? ഇത് കാണാൻ എളുപ്പ വഴിയുണ്ട്. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കാണാം. സൂര്യൻ സുജൂദ് ചെയ്യുന്നത് കാണാം, മരം സുജൂദ് ചെയ്യുന്നത് കാണാം, കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് കാണാൻ. വളരെ സിമ്പിളാണ്. പക്ഷേ അതിലനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്ത് വേണം? മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ ഔ അർജുല. അല്ലേ? സുന്നത്ത് നിങ്ങൾ അധികരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. സുന്നത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. ഈ കണ്ണ് അള്ളാഹുവായി മാറിയാൽ ഇവിടെ കിടക്കുന്ന കല്ല് സുജൂദ് ചെയ്യുന്നത് കാണാൻ പറ്റൂല. ഇത് അള്ളയാണ്. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണാണ്. അള്ളാഹു കാണുന്നതൊക്കെ കാണാൻ ഈ കണ്ണിന് സാധിക്കും. എന്ത് വേണം? നിങ്ങൾ സുന്നത്ത് അധികരിപ്പിക്കണം. സുന്നത്ത് അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കണം. എല്ലാം സുന്നത്ത് ജീവിതം തന്നെ സുന്നത്തിൽ അധിഷ്ഠിതമായാൽ പലതും നിങ്ങൾ കാണാൻ പറ്റും. ആകാശലോകങ്ങളിലുള്ള നിഗൂഢതകൾ അവിടെയുള്ള ഈ കണ്ണുകൊണ്ട് സുന്നത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. വളരെ സ്വഹീഹായ ഹദീസാണിത്. ഞാൻ എന്റെ വക പറയല്ല, അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? സുന്നത്ത് അധികരിപ്പിച്ചാൽ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും, നിങ്ങളുടെ ചെവി ഞാനായി മാറും, നിങ്ങളുടെ കൈ ഞാനായി മാറും, നിങ്ങളുടെ കാല് ഞാനായി മാറും. അപ്പോഴാണ് ചില അള്ളാഹുവിന്റെ ഔലിയാക്കൾ കണ്ണ് കാണാത്ത ആളുടെ കണ്ണിൽ നിന്ന് തടവും ആ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്. കാരണം ഈ കൈ അള്ളാഹുവിന്റെ കൈയാണ്. സുന്നത്ത് അധികരിപ്പിച്ചപ്പോൾ ഈ കൈ അള്ളാഹുവിന്റെ കൈയായി മാറി. ചില ആളുകൾ മന്ത്രിച്ചൂതുമ്പോ ക്യാൻസറിന് ശിഫ ലഭിക്കുന്നത് ഈ ചുണ്ട്, ഈ നാവ് റബ്ബിന്റെ നാവായി മാറി. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവാ. എന്തേ ഇത് പറഞ്ഞത്? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തളങ്ങളഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എനിക്ക് കാണാമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണായി മാറി. ഇത് അള്ളാഹുവിന്റെ കണ്ണാണ്. അള്ളാഹുവിന്റെ കണ്ണായ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, എത്ര ആളുകൾക്ക് ഇതൊരു 10 മണി വരെ പോകണമല്ലോ, 9:30 നിർത്തണം എന്നുള്ളതൊക്കെ വേല പറയുന്ന ആൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാവണം. എളുപ്പമാണ്. ചെറുപ്പക്കാരൊക്കെ ദീനിൽ അധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അദ്ദേഹം ഇങ്ങനെ മരങ്ങളും പച്ചിലകളും എല്ലാം അള്ളാഹുവിൽ തസ്ബീഹ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇരുട്ടിൽ അള്ളാഹുമായിട്ടൊന്ന് സംസാരിക്കല്ലേ, അള്ളാഹുമായിട്ടൊരു അഭിമുഖം, അള്ളാഹുമായിട്ടൊരു സംസാരം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പതുക്കെ പോയി വുളൂ ചെയ്തു. എന്നിട്ട് ആ ശ്മശാന മൂകതയിൽ പതുക്കെ അള്ളാഹുവിനെ കൈകെട്ടി. എന്നിട്ട് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.